ഷെയ്ൻ നിഗം നായകനായ ഹാൾ സിനിമ കാണാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും കത്തോലിക്ക കോൺഗ്രസ് നൽകിയ അപ്പീലിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചിത്രം കാണാനാണ് ജസ്റ്റിസുമാരായ സുശ്രുത് അരവിന്ദ് ധർമാധികാരി, PV ബാലകൃഷ്ണൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. മുസ്തഫ, ഈ സിനിമ കണ്ടതിന് ശേഷമായിരിക്കുമോ ഇനി മറ്റ് തീരുമാനങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുക? ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണേണ്ടത്, നേരത്തെ സിംഗിൾ ബെഞ്ച് സിനിമ കണ്ട് വളരെ സുപ്രധാനമായ തീരുമാനത്തിലേക്ക് കണ്ടിരുന്നു. അത് ആ രൂപത്തിൽ കത്തോലിക്ക കോൺഗ്രസും RSSന്റെ പ്രാദേശിക ഭാരവാഹിയും ഒന്നും ഉന്നയിച്ചതുപോലെയുള്ള ആക്ഷേപങ്ങൾ കോടതി ശരിവെച്ചില്ല, പ്രത്യേകിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ. പക്ഷേ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ വാദത്തിനെടുക്കുക അഭിഭാഷകന് പറ്റിയ ചില തെറ്റിന്റെ പേരിൽ പ്രസ്തുത ചില ഭാഗങ്ങൾ നീക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് നീക്കി മറ്റൊരാക്ഷേപങ്ങളും കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നില്ല. രണ്ടാമതൊരു അപേക്ഷ ഈ രംഗങ്ങൾ മാറ്റാം എന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അഭിഭാഷകൻ തന്നെ സമ്മതിച്ച ഭാഗങ്ങൾ മാറ്റി വീണ്ടും സെൻസർ ബോർഡിനെ നിർദ്ദേശിക്കാനായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. അതോടൊപ്പം തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസും RSSും ഉൾപ്പെടെയുള്ള ആളുകൾ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വളരെ മൂർച്ചയേറിയ ചില വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. ഈ സിനിമ കണ്ട കോടതി പറഞ്ഞത് വളരെ സൗഹാർദ്ദപരമായ ചില അന്തരീക്ഷങ്ങളും മതത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പ്രണയം പൂർണ്ണമായും ഒരു ജനാധിപത്യപരമായ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സെക്കുലർ സ്വഭാവത്തിലേക്ക് പോകുന്ന രൂപത്തിലാണ് സിനിമ എന്നുള്ളതാണ്. ഇതൊന്നും കോടതി മുഖവിലക്കെടുക്കുകയും ചെയ്തില്ല. അതിനെതിരെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ. അന്ന് ഒരു പ്രാഥമിക വാദം കേട്ട ശേഷം ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ സിനിമ തള്ളിക്കളയണം എന്നതുൾപ്പെടെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ സിനിമ കണ്ടിട്ടുള്ള നിരൂപണങ്ങൾ തെറ്റാണെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ അവിടെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോഴാണ് കോടതി പറയുന്നത്, അങ്ങനെയെങ്കിൽ സിംഗിൾ ബെഞ്ച് കണ്ട സാഹചര്യത്തിൽ പിന്നീട് വീണ്ടും സിനിമ കാണേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ സിനിമ കാണാൻ കോടതി നിർബന്ധിതരാവുകയാണ്. ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർ വീണ്ടും സിനിമ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കടുത്ത മുന്നറിയിപ്പ് കോടതി നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അങ്ങനെ സിനിമയിലില്ല എന്ന് ബോധ്യപ്പെട്ടാൽ കടുത്ത പിഴ ചുമത്താൻ നിർബന്ധിതരാവും കോടതി. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി കോടതി ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ കടുത്ത മുന്നറിയിപ്പുമായി അടുത്ത ബുധനാഴ്ച ഡിസംബർ 3-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ട സിനിമ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി കാണാനൊരുങ്ങുകയാണ്.